വേണമെന്നുണ്ട്. എന്നായിപ്പോൾ അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി വേറെയാണ് കേട്ടോ, അത് കുറ്റം പറയുന്നല്ല. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ നമ്മൾ രാജ്യൻ്റെ വോട്ട് ചെയ്യാനുള്ള എന്നെ താല്പര്യം. അവർ ഇംഗ്ലീഷ് പറയും, ഇവർ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. ഞാൻ പറയും വാഗ്ദാനങ്ങൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുള്ളൂ, ചെയ്യില്ല. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. എത്ര ആദിവാസികളുണ്ട്, കുറുമരുണ്ട്, പണിയരുണ്ട്, അടിയരുണ്ട്, അവർക്കാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഈ കണ്ടമാനം ഭൂരിപക്ഷം നില ഒരു 1200 രൂപ 1200 20 പാർട്ടിൽ 950 19 പാർട്ടിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാമെന്നല്ല. BJP വോട്ട് ചെയ്യുന്നുണ്ട്, ഇടതുപക്ഷ വോട്ട് ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് വോട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഭൂരിപക്ഷം കോൺഗ്രസിനാണ് കൂടുതൽ ഇവിടെ. അങ്ങനെ കോൺഗ്രസിന് വോട്ട് കൂടുതലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 420 ചില വോട്ടെന്ന് പറഞ്ഞു, 4 ലക്ഷം വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി ജയിക്കുന്നതാണ് എല്ലാം പറയുന്നത്. ആനിരാജല്ലേ നിൽക്കുന്നത്? ആനിരാജ ഇവിടെ അറിയില്ല. ആനിരാജ ഇവിടെ നിന്ന് അറിയില്ലോ, അറിയില്ല. രാഹുൽ ഗാന്ധിനെ ശരിക്കും ഇലക്ഷന് ശേഷം കണ്ടിട്ടുണ്ടോ? ജയിച്ചതിന് ശേഷം ഇടയ്ക്ക് വരും, 3 മാസമേ ഉള്ളൂ. അതിൽ അത് അങ്ങനെയുള്ളൂ. മലയാളികൾ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മലയാളികൾ വേണമെന്ന് ആകുന്നുണ്ട്. എന്നായിപ്പോൾ അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി വേറെയാണ് കേട്ടോ, അത് കുറ്റം പറയുന്നല്ല. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ നമ്മൾ രാജ്യൻ്റെ വോട്ട് ചെയ്യാനുള്ള എന്നെ താല്പര്യം. ശരിക്കും നമ്മുടെ ഭാഷ അറിയുന്ന ആളുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി. അതാണ് അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. ഭാഷ അറിയത്തില്ലാത്ത ഒരാൾ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും ഭാഷ അറിയാത്ത ആൾ? അതാണ് അത് സംസാരിക്കണമല്ലോ, അത് സംസാരിക്കണമല്ലോ. അവർ ഇംഗ്ലീഷ് പറയും, ഇവർ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. അവർ ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ കറക്റ്റ് അത് ശരിയായിട്ടാണ് നിങ്ങളോട് പറയുന്നത്, നമുക്കും അറിയത്തില്ല. അതറിയില്ല, ഇവിടെ ആദിവാസികളല്ലോ. നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ വിഷമങ്ങൾ അവരോട് പറഞ്ഞ് നമ്മുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത് ഈ സ്ഥാനാർത്ഥികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആൾക്കാരും ശരിക്കാണോ പറയുന്നത് നമുക്കും അറിയില്ല. ശരിയാണ്, അറിയില്ല. അപ്പം നമുക്ക് കിട്ടേണ്ട കാര്യം നമുക്ക് കിട്ടൂല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് അവരുടെ അടുത്ത് എത്തൂല്ല. ഞാൻ പറയും വാഗ്ദാനങ്ങൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുള്ളൂ, ചെയ്യില്ല. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഊരിലില്ലേ, ഇപ്പൊ ഇവിടെ ആദിവാസി കുടുംബമുണ്ടല്ലോ, അവർക്ക് എന്തൊക്കെ വേണമെന്നാണ് ചേട്ടൻ്റെ ഒരു ഇതിൽ ഇനി ഒരു ഇലക്ഷൻ വന്ന് ഇപ്പോൾ ജയിക്കുന്നവർ എന്തൊക്കെ ചെയ്താലാണ് ആഗ്രഹിക്കുന്നത്? ചെയ്യുന്നത് അവരെ കുടുംബ പ്രശ്നങ്ങൾ ചെയ്യുക, അവർക്ക് എന്തൊക്കെ ആനുകൂല്യം ചെയ്തു കൊടുക്കുക. അതാണ് വീടുകളൊക്കെ പിന്നെ കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് ചെയ്യേണ്ട ആനുകൂല്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യം. അതാണ് ചെയ്യേണ്ടത്. ഭക്ഷണം, ബാത്റൂം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. കൊടുക്കേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുക, സർക്കാർ ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. എന്തൊക്കെ ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ട സർക്കാർ ചെയ്തു കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. വേറെ ചെയ്യുന്നില്ല. കണ്ടമാനം പാവപ്പെട്ട ആൾക്കാർക്ക് വേറെ ചെയ്തു കൊടുക്കണം, എന്തൊക്കെ ചെയ്യേണ്ട പരിഹാരങ്ങൾ എത്തിക്കണം, അതാണ് ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധി വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നോ? ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഫോണിൽ ഒരു വീടൊന്നും പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്കറിയില്ല. ഇല്ല, നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബാക്കിയുള്ള നിങ്ങൾ പറഞ്ഞ എത്ര ആദിവാസികളുണ്ട്, കുറുമരുണ്ട്, പണിയരുണ്ട്, അടിയരുണ്ട്, അവർക്കാണ് ചെയ്തു കൊടുക്കേണ്ടത്. അവരെ കഷ്ടപ്പാടാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇവർ വോട്ട് മേടിച്ച് പോകും, ബാക്കി പിന്നെ നോക്കില്ല. അത് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിലേ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞ കുറിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറുമ്പർ, പിന്നെ പണിയർ, പിന്നെ നായക്കന്മാർ, അടിയന്മാർ, അവർക്കാണ് ചെയ്തു കൊടുക്കേണ്ടത്, വേറെ ആർക്കാണ് ചെയ്തു കൊടുക്കേണ്ടത്? ഈ വോട്ട് മേടിക്കാൻ മാത്രം വന്നിട്ട് കാര്യമുണ്ടോ? അത് വോട്ട് മേടിച്ച് അത് ചെയ്തോടെ ഇത് കൊടുക്കാൻ പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ പരിഹരിച്ച് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്, സർക്കാർ ചെയ്ത് കൊടുക്കേണ്ടത്. സർക്കാർ ചെയ്യേണ്ടത് ബാക്കിയുള്ള ചെയ്യണം.